ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനും പൂജുട്ടിയും കൂടെ ഇതാ ഒരുങ്ങി പുറപ്പെട്ടിട്ട് വളാഞ്ചേരിക്ക് പോവാണ് കേട്ടോ. നമുക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടാണ് ബീഫ് വാങ്ങാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ പോയിട്ടുണ്ടെങ്കിൽ സൂപ്പർ അടിപൊളി ബീഫ് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ബീഫ് മേടിച്ചിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി നമുക്ക് അയൽ കെട്ടാനുള്ള ഇത് എന്താ പറയുക ചൂടി കയറ് മേടിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ അല്ലറ ചില്ലറ സാധനങ്ങൾ മേടിച്ചിട്ട് നമുക്ക് വരണം. അപ്പോൾ നമ്മുടെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് വളാഞ്ചേരി പോയിട്ട് ടപ്പേന്ന് തന്നെ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വേഗം വരാം. ബാ. അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ എപ്പോഴത്തെയും പോലെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ സാധനം മേടിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ വീട്ടിലങ്ങനെ ഒരുപാട് സാധനങ്ങൾ ബൾക്കായിട്ട് കൊണ്ടുവന്ന് വെക്കില്ല. നമ്മളിങ്ങനെ ഒരു ആഴ്ചയ്ക്കുള്ള ഉള്ളതൊക്കെയാണ് വാങ്ങാറുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വളാഞ്ചേരി പോകേണ്ട ആവശ്യം വരുന്നത്. പിന്നെ അതുമല്ല എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ആയിട്ട് വളാഞ്ചേരി ഇടയ്ക്കിടയ്ക്ക് പോവുകയും ചെയ്യും. അപ്പോൾ പിന്നെ ഒരുപാട് വാങ്ങി കൊടുന്ന് ചീത്തയാക്കി പൊട്ടയാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അതാ നമ്മൾ നേരെ വളാഞ്ചേരി എത്തിയതാണ് കേട്ടോ. നമ്മുടെ വളാഞ്ചേരി മാർക്കറ്റ്. ഇവിടുന്ന് ബീഫ് വാങ്ങാൻ വേണ്ടിയിട്ട് 1/2 കിലോ ബീഫാണ് വാങ്ങണം. എന്നാലും നമുക്ക് ഉണ്ടാവും കേട്ടോ 2 ദിവസത്തിന് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ ഇടയ്ക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മീനൊക്കെ ഇപ്പം നമുക്ക് മീനൊന്നും വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ 1/2 കിലോ ബീഫ് ആയിക്കോട്ടെ ഇനിയിപ്പോൾ ഒരു ചിക്കൻ ആയിക്കോട്ടെ എന്ത് വാങ്ങിയാലും നമുക്ക് 2-3 ദിവസത്തിന് അങ്ങോട്ട് എത്തിപ്പോവും. അതുകൊണ്ട് വലിയ നഷ്ടമൊന്നുമില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ ചൂടിക്കയറ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് അയൽ കെട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഏട്ടൻ പറഞ്ഞു ചൂടി വാങ്ങണേക്കാട്ടിലും നല്ലത് പ്ലാസ്റ്റിക് കയറാ, രണ്ടിനും വലിയ വ്യത്യാസമൊന്നുമില്ല റേറ്റിന്. അപ്പോൾ അത് മേടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ഇവിടെ വളാഞ്ചേരി വന്നാൽ ഇവിടെ നിന്നാണ് പലചരക്ക് മേടിക്കുക. അവിടെ നിന്ന് അതും വാങ്ങിയിട്ട് നേരെ KR പോയിട്ട് ഒരു ഗ്ലാസ് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പൂജുട്ടി പപ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ചായ മാത്രമാണ് എടുത്തത് കേട്ടോ. എഗ് പപ്സാണ് അവിടെ എടുത്തത്. ഞാനൊരു ഗ്ലാസ് ചായ എടുത്തു. നല്ല അടിപൊളി ചായയാണ് കേട്ടോ KRൽ. അത് പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുന്ന് അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോരാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇനി വീട്ടിൽ വന്നിട്ട് വേണം നമുക്ക് മാമു വയ്ക്കാൻ വേണ്ടിയിട്ട്. ഈ പൂജുട്ടി കാണാൻ കൂട്ടി ലീവുള്ള ദിവസമല്ലേ എൻ്റെ പണികളൊന്നും കഴിയില്ല കേട്ടോ. അവരുടെ പിന്നാലെ ഞാൻ വേല തൂങ്ങിയിട്ടോ ഇല്ലെങ്കിൽ അവരെൻ്റെ പിന്നാലെ തൂങ്ങിയിട്ടും നേരം ദിവസം അങ്ങോട്ട് പോകും കേട്ടോ. അതൊരിപ്പോൾ ഒരു 3-4 ദിവസത്തെ ലീവ് ഉണ്ടെങ്കിൽ നമ്മൾ പല പ്ലാനിങ്ങും ചെയ്യും. നമുക്ക് അത് ചെയ്യണം ഇത് ചെയ്യണം, റീൽസ് എടുക്കണം, വീഡിയോസ് എടുക്കണം, ഷോർട്സിന് എടുക്കണം എന്നൊക്കെ ഒന്നും നടക്കില്ല. ഫോട്ടോ പോയി ഗൈസ്. ഇന്ന് ക്യാമറമാൻ ലീവ് എടുത്തിട്ടാണ് വീഡിയോ എടുത്തന്നെ. ഗൈസിൻ്റെ ക്യാമറ ഗേളിനെ മാറ്റണം. എന്താ വെച്ച് കഴിഞ്ഞാൽ ശരിയല്ല. ഇങ്ങോട്ട് എടുക്കാൻ പറഞ്ഞാൽ ക്യാമറ എടുക്കണ ആളെ അങ്ങോട്ടേക്ക് എടുക്കുക. ഇങ്ങനെ ഒരു തലതിരിഞ്ഞ ഒരു ക്യാമറമാനെ കണ്ടിട്ടുണ്ടോ? ഇവിടെ കണ്ടിട്ടുണ്ടോ? സത്യം എന്തൊരു എന്താ മടിച്ചായിരുന്നു ഇപ്പോൾ. ആരാ? ഏയ് തുറക്കു കുട്ടി. നമ്മുടെ വീട്ടിൽ കുത്തിപ്പൊരി, നൂഡിൽസ്, ഓംലെറ്റ്, ബ്രെഡ് ഓംലെറ്റ്, കപ്പ ബീഫ്, പഴംപൊരി ബീഫ്, മക്രോണി, കപ്പ ബോട്ടി, കൊത്തു പൊറോട്ട എല്ലാം നമ്മുടെ വീട്ടിൽ ഇല്ല. എങ്കടാ കീക്കാണോ? ഇവളൊരു ദിവസം ലീവുള്ള ദിവസമേ ഒരു സാധനം ഞാൻ ഓണാക്കാതെ കുറേ കസർത്തി എന്നിട്ട് അവൾ ഇരുന്ന് ചിരിക്കുക. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ എന്തെങ്കിലും ചിരിക്കണമെന്ന്. അപ്പോൾ ലീവുള്ള ദിവസമല്ലേ ഇവിടെ ഒരു ഒലക്കി നടക്കില്ല. അന്നേരം കുറച്ച് ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ നടക്കും കേട്ടോ. ഒരു സാധനം ചെയ്യില്ല. പണ്ടൊക്കെ അമ്മമ്മ പറയേ മൂട് ഇങ്ങനെ എപ്പോൾ വെച്ചാലും ഇങ്ങനെ മറിയില്ലേ എന്താ അതിന് പറയല്ലോ. പണ്ട് വയസ്സായവരൊക്കെ ഒരു ഇത് പറയണേക്കെ എപ്പോഴും ഇങ്ങനെ കിടക്കണേന്ന് പറയണേ. അതുപോലെയാണ് ഇവള്. എപ്പോൾ നോക്കിയാലും ഉറക്കാം. ആ പോണു ഒലക്കി ഞാൻ കിടക്കാറൊന്നുമില്ല കേട്ടോ. ഞാൻ എൻ്റെ പണി ഒറ്റയ്ക്ക് ചെയ്യും ഗൈസ്. മഴ പെയ്യണു. ഇനി നമുക്ക് നേരെ കിച്ചണിൽ കയറാം. ഇല്ലെങ്കിൽ അവളിപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരും ഗൈസ് ഇതൊക്കെ. അപ്പോൾ ഇനി നമുക്ക് വേഗം ഡ്രസ്സ് മാറുക, കിച്ചണിൽ കയറുക, ചടപടെ കാര്യങ്ങൾ ചെയ്യാം. നമുക്ക് 2 മണിയാകുമ്പോൾ ലൈവിൽ കയറണം. അങ്ങനെ ഇതൊക്കെ മാറി നമ്മൾ നമ്മുടെ കോസ്റ്റ്യൂമല്ല ആയുധമൊക്കെ എടുത്തിട്ട് അടുക്കളയ്ക്ക് പോവുകയാണ്. ഫോണിൻ്റെ ചിന്നി ചിതറിയിട്ട് ആകെ കൂടെ ഒരു നിലാവും മഞ്ഞും ഒക്കെ കാണാണ്ട്. അയ്യോ. അപ്പം നമ്മളിന്ന് പൂജുട്ടീനെ കൊണ്ടാണ് കുക്ക് ചെയ്യിപ്പിക്കുക. കേൾക്കുന്നുണ്ടോ? പൂജുട്ടിയാണെന്ന് കുക്ക് ചെയ്യുന്ന ആള്. ഞാൻ ലീവ് എടുപ്പിച്ചിട്ടില്ല ഗൈസ്. വായ തുറന്ന നുണ പറയുന്ന ഒരു സാധനം. രാവിലെ നീറ്റിട്ട് നേരെ വൈകി നീറ്റിട്ട് പറയട്ടെ. ഞാൻ അങ്ങനല്ല പറയട്ടെ. പനി ഞാൻ പറഞ്ഞില്ലേ. പിന്നെ നേരം വൈകിയപ്പോ പിന്നെ ഞാൻ പറഞ്ഞു എന്തെങ്കിലും ആബ്സെന്റ് ഇടാൻ വേണ്ടിയിട്ട് പോണെന്നുള്ളത്. പിന്നെ പനി ഉണ്ട് ആൾക്ക്. ഇന്നലെ രാത്രി പനിച്ചിട്ടുണ്ട്. അപ്പോൾ പനി ഉണ്ടെങ്കിലും ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടാക്കി തന്നെ വലിയ കുഴപ്പമില്ല. പനിയൊന്നുമില്ല. അയ്യോ നുണച്ചി ഇങ്ങോട്ട് നോക്കൂ. നുണ പറയണ ഒരു കണ്ണിൽ നോക്കി സംസാരിക്കില്ല.
നിൻ താളങ്ങൾ നിന്നിരായിരം മലരംഗമായി നീ നമ്മള് 1/2 കിലോനാട്ടോ ബീഫ് വാങ്ങിയിട്ടുള്ളത്. ധാരാളം 2 ദിവസത്തിനൊക്കെ തന്നെ ഇഷ്ടം പോലെ ഉണ്ടാവും. ഇതൊക്കെ വലിയ വലിയ പീസ് ആക്കും കൂടെ ഒന്നുകൂടെ ഞാൻ ചെറിയ പീസ് ആക്കൂട്ടാം. ബീഫ് ഇനി നമുക്കത് കുറച്ച് സുർക്കൊക്കെ ഒഴിച്ച് ഇത്തിരി നേരം വെക്കും. കുറച്ച് ബാക്കിക്കോ മതിയോ? അപ്പോൾ കുറച്ച് സുർക്കൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ അതിൻ്റെ ബ്ലഡൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കിടക്കട്ടെ. അവർക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഉരുട്ടി ഉണ്ടാക്കി തന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് വേഗം അരിയേണ്ട പാടുള്ളൂ. വേഗം അരിഞ്ഞ് വെക്കാം. തൊലി കളയാനൊക്കെ വലിയ പാടാതിൻ്റെ. പൂജയ്ക്ക് അതിനെക്കാട്ടിലും ഉള്ള ദിവസമല്ലേ കിട്ടുള്ളൂ വിചാരിച്ചിട്ട് ഞാൻ അവിടെ കൊണ്ട് ചെയ്യിച്ചു. ഗൈസ് ഞാനിങ്ങനെ പൂജ ലീവാക്കിയിട്ട് ഇരിക്കില്ല. ഇല്ലാണ്ട് എപ്പോഴെങ്കിലൊക്കെ മിക്കത് ഞാൻ തന്നെയാണ് വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കി തരാറുള്ളൂ. ഞാൻ പറയാറുള്ളൂ എന്താ വെച്ചാൽ എനിക്ക് പെട്ടെന്ന് ഉണ്ടാക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ ഞാൻ വേഗം ചെയ്യും. സമയമൊക്കെ ഉള്ള സമയത്താണ് ഞാൻ ഉണ്ടാക്കിപ്പിക്കാറുള്ളൂ കേട്ടോ. അല്ലാതെ ഡെയിലി ഇഞ്ചി വെളുത്തുള്ളിയൊന്നും ഉണ്ടാക്കിപ്പിക്കാറൊന്നുമില്ല. അതൊക്കെ ഒരു അമ്മമാരും ഉണ്ടാവില്ല. എന്താ വെച്ചാൽ അവരുടെ കാര്യമാകുമ്പോഴേക്കും വേഗം എടുത്തുണ്ടാക്കല്ലോ. ലീവുള്ള ദിവസയിലും ചെയ്യട്ടെ കുട്ടി എന്ന് ഞാൻ വിചാരിച്ചു. അതൊരു തെറ്റാണോ? അതൊരു തെറ്റാണ്. ഒരു തക്കാളി എടുക്കണുള്ളൂ കേട്ടോ. ഒരുപാട് തക്കാളിയുടെ ആവശ്യം ഇല്ല. അപ്പം അതുകൊണ്ട് ഈ തക്കാളി കണ്ട കറീനെക്കാട്ടിലും കൂടുതൽ പൂവ് എൻ്റെ വയറ്റിക്കായിരിക്കും. ഞാൻ നല്ല കഴിക്കും. ഇന്നലൊക്കെ കുറേ കഴിച്ചു. അയ്യോ ഇഷ്ടം ഇഷ്ടമല്ല. അപ്പം അതോടെ ഇരിക്കട്ടെ. ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് ചതയ്ക്കാം. ഞാൻ അതിൽ വെച്ചാൽ ചതക്കിക്കാൻ മുട്ടി ഇടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മടിയാണ്. വേറൊരു ഇടിമുട്ടിയുണ്ട്. കുഞ്ഞതാ ആയുർവേദ കടയിലൊക്കെ കാണുന്ന പോലത്തെ. നമ്മുടെ നല്ല വെയിറ്റ് ഉണ്ട്. അയ്യോ എന്ത് വെയിറ്റ് അത്! നല്ല വെയിറ്റ് നല്ല നല്ല തീർത്ത് പൊക്കി അത് വെക്കുമ്പോ അപ്പൊ നമ്മുടെ ചതക്കല് കഴിഞ്ഞു, അരിയല് കഴിഞ്ഞു. ഇനി കുറച്ച് ചെറുള്ളി കഴിയാൻ വേണ്ടിയിട്ടുണ്ട്. അത് ലാസ്റ്റ് നമുക്ക് വറുത്തിടാൻ വേണ്ടിയിട്ടാ. എനിക്ക് ബീഫിലും മീറ്റ് ഐറ്റംസിലൊക്കെ ചെറുള്ളി കറിച്ചില്ലെങ്കിൽ വലിയ പാടാണ്. അതിങ്ങനെ മൂപ്പിച്ചിട്ട് നല്ല ഇടുമ്പോൾ പ്രത്യേക ടേസ്റ്റ. അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ബീഫ് ഒന്ന് കഴുകി എടുക്കാം അല്ലേ? കഴുകട്ടെ കേട്ടോ. ആ കത്തി നിർത്താറ് കേട്ടോ. പിന്നെ അപ്പോഴല്ല ഞാൻ പറഞ്ഞു, ഇത് കുറച്ച് വലിയ പീസാണ്. നമുക്കൊന്ന് കഷ്ണാക്കിയിട്ട് എടുക്കാം. ഇനി അത് ബാക്കി എടുത്ത് കാണിക്കാം കേട്ടോ. ബീഫൊക്കെ കഴുകി റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് മസാല ഒന്ന് ചൂടാക്കി അതിൻ്റെ പച്ചമുളക് പോട്ടെ. അപ്പോൾ മസാലകൾ മൊത്തം ഞാൻ എടുത്തിട്ട് വരാം കേട്ടോ. അപ്പം മല്ലിപ്പൊടിയാണേ. ഒരു ഇങ്ങനത്തെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി. മുളക് പൊടി നല്ല എരിവുള്ളതായതുകൊണ്ട് നോക്കിയിടണം. നോക്കി കണ്ടിട്ടില്ലെങ്കിൽ കടകടാ ഇളകി പോവും. പിന്നെ മീറ്റ് മസാല നോക്കൊന്നും വേണ്ട. ഇതാണ് അറന്ന് കുറഞ്ഞ ഇടരുത് ഒരു പൊടി. അപ്പം നമ്മളിതിൻ്റെ പച്ചമുളക് മാറണ വരെ വെക്കുക. അത്രയേ ഉള്ളൂ അല്ലേ? അതെ, നന്നായിട്ട് കാണാം. ബൈ. പൊടി എങ്ങനെ സെറ്റായ സ്ഥിതിക്ക് കുക്കർ വയ്ക്കുക. ബീഫ് ഇട്ട് കൊടുക്കുക. മൊത്തം ബീഫ് ഇട്ട് കൊടുത്തു. നമ്മുടെ പൊടി ഇട്ട് കൊടുത്തു. അത് സ്കൂളിൽ ബെല്ലടിച്ചതെല്ലാം മുഴുവൻ. 2 പച്ചമുളക്, ഒരു തക്കാളി, ഈ സവാളയുടെ കുറച്ച് പകുതി, കുറച്ചധികം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഓക്കെ,
പാകത്തിന് ഉപ്പ് ഒന്നും കൂടെ കുഴച്ചെടുക്കണം നമുക്ക്. ഇതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുഴച്ചാൽ അടിപൊളിയാണ്. പക്ഷെ ഇതിൽ നെയ്യുള്ള മീറ്റ് ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് എണ്ണയുടെ ഇത് വേണ്ട. അപ്പോൾ അതാണ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാത്തത്. അല്ലെങ്കിൽ നമുക്കിവിടെ ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വേപ്പിൽ ഞാൻ പെടുന്നില്ല. എന്താ വെച്ചാൽ നമ്മൾ കുക്കറിൽ വേപ്പിലിടുമ്പോൾ ശ്രദ്ധിക്കണം, അത് അറിഞ്ഞ് കഴിഞ്ഞിട്ട് പൊട്ടിക്കരുത്. ചിലപ്പോൾ ഞാൻ ഇടാറുണ്ട് കേട്ടോ, ചിലപ്പോൾ ഞാൻ ഇടാറുമില്ല. അപ്പോൾ അതാ എന്താ പറയാത്ത അങ്ങനെയല്ല അടയ്ക്കുക, അപ്പുറത്തുനിന്ന് ഇങ്ങടാണ്. എങ്ങനെ അടയ്ക്കാണ്? അവിടെ പ്രഷർ വന്നാണ്. അപ്പോൾ ഇതൊരു 5-6 വിസിലായിട്ട് കാണാം നമുക്ക്. ബീഫ് വേവണ സമയം കൊണ്ട് നമുക്ക് 2 പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് തേച്ചുരച്ച് കഴുകിയിട്ടില്ലെങ്കിൽ ആ ഒരു ഉളുമ്പുമണം അവിടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ കത്തിയും കാര്യങ്ങളൊക്കെ നല്ലോണം സോപ്പിട്ട് കഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി ഞാൻ ലാസ്റ്റിൽ നമ്മുടെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഷാമ്പൂ ഇട്ടിട്ട് കഴുകും നമ്മുടെ ഈ കൊട്ടത്തളമൊക്കെ കേട്ടോ. അതുകൊണ്ട് അത്ര വലിയ സീനൊന്നും ഉണ്ടാവില്ല. അങ്ങനെ അവിടെയൊക്കെ കഴുകി തുടച്ചിട്ട് നമ്മളിതാ വീണ്ടും പാട്ടും കൂത്തൊക്കെ ഇട്ട് കുറച്ച് നേരം ഇരുന്നു. ഞാനും പൂജട്ടിയും കൂടെ ഉണ്ടെങ്കിൽ ഇങ്ങനെയാണ് കേട്ടോ. എന്തെങ്കിലും ആയി തോന്നി പാട്ടൊക്കെ അങ്ങനെ പാടിയിട്ടും മൂളിയിട്ടും അങ്ങനെ കളിച്ചിട്ടും ചിരിച്ചിട്ടൊക്കെ അങ്ങോട്ട് ഇരിക്കും കേട്ടോ കുറേ നേരത്തിന്. പിന്നെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് എന്തെങ്കിലും സങ്കടമൊക്കെ അവിടുന്ന് ഇവിടുന്ന് കിട്ടുമ്പോൾ അതും ഷെയർ ചെയ്തിട്ട് അങ്ങനെ ഇരുന്നോളൂ കേട്ടോ. വെന്തോ എന്ന് നോക്കാം. വെന്തിട്ടുണ്ടാവും ഒരുപാട്. എന്താണ് താളിപ്പ് നടത്താം. കല്യാണം നടത്താമെന്നൊക്കെ പറഞ്ഞല്ലേ, താളിപ്പ് നടത്താം. പൂജന്റെ കല്യാണത്തിന് നിങ്ങൾ എല്ലാവരും വരണം. അതെ, എല്ലാവരും വരണം. വീടും ഇല്ല, കുടിയില്ല. മോളാണ് ഫുഡ് ഉണ്ടാക്കണേ. അങ്ങനല്ല, പൂജന്റെ ഞാൻ ഇപ്പൊ കല്യാണം കഴിച്ചു കൊടുക്കല്ലേ. അതെ, കല്യാണം കഴിച്ച് കൊടുക്കാന്ന് പറയാൻ പാടില്ല. ഞാനങ്ങനെ കൊണ്ടുവരില്ല, അങ്ങനത്തെ ഒരു വീട്ടിൽ ഞാൻ ചെയ്യില്ല. അത് വിചാരിച്ച് പൂജ നിൽക്കണ്ട. 10-25 വയസ്സ് കഴിയാണ്ട്, അത് വയസ്സിന്റെ അല്ല ടൈമിന്റെ കറക്റ്റ് വയസ്സല്ല, സ്വന്തമായിട്ടൊരു ജോലി ആയി, പിന്നെന്തായി പൈസ കിട്ടി, വരുമാന മാർഗമായി, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡന്റ് ആയതിനു ശേഷം കല്യാണം കഴിക്കുള്ളൂ. അപ്പൊ ഒരു കല്യാണാലോചനയൊക്കെ പൂജന് വന്നിട്ടുണ്ടായിരുന്നു. ആലോചന വരെ അങ്ങനെ അല്ല കേട്ടോ, അവർക്ക് അത് തന്നെയാണ് ചോദിച്ചിട്ടായിരിക്കും. അപ്പൊ നമ്മൾ കൊടുക്കില്ല. ഇപ്പൊ കൊടുക്കില്ല അന്ന് വിചാരിച്ചിട്ട് പഠിക്കാണ്ട് നമ്മള് ഇങ്ങനെ ജോലിക്കൊന്നും പോകാതെ വീട്ടില് വെറുതെ കുത്തിയിരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ നടക്കില്ല കേട്ടോ. ജോലി ആവാൻ വേണ്ടി നമുക്ക് ഒരു എയിമ് വേണം. ഞാൻ വയസ്സുണ്ടോന്ന് ചോദിച്ചിട്ടില്ല, ചോദിക്കല്ല, അങ്ങനെ നമ്മൾ ചോദിക്കുമല്ലോ കൊടുക്കുക എത്ര വയസ്സ് എന്നൊക്കെ ചോദിക്കുമ്പോ. പൂജനെ കണ്ടല്ലേ ഇത് തോന്നുമല്ലോ. വെറുതെ തല്ലേതാ. ഞാൻ പൂജനൊന്ന് പേടിപ്പിച്ചത്, ആരും ചോദിച്ചിട്ടില്ല. പൂജ ഇങ്ങനെ ആരാ എന്നെ ചോദിച്ചത് ചോദിച്ചൊന്നുമില്ല കേട്ടോ. അത് ഞാൻ സ്വതവേ പറയാം. പിള്ളേരൊക്കെ പഠിച്ച് ജോലിക്ക് പോയി അവനാന്റെ ഒരു നല്ലൊരു സമയം വെറുതെ നിങ്ങൾ കല്യാണം കഴിച്ച് തീർക്കരുത് എന്നാണ് ഞാൻ പറയാം. അപ്പൊ പറയും തള്ളേ അവിടെ കല്യാണം കഴിഞ്ഞ കുട്ടികളായിട്ട് നിങ്ങൾക്ക് പറയാ. അങ്ങനല്ല, നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞതല്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നതല്ല. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് ആ പോയി പിന്നെ ആ സമയം, ഈ ഒരു സമയമൊന്നും നിങ്ങൾക്ക് എങ്ങനെയും കിട്ടില്ല. അത് എത്ര വലിയ നല്ല പാട്ടാണെന്ന് പറഞ്ഞാലും പിന്നെ നമുക്ക് ഈ ഒരു ലൈഫ് കിട്ടത്തില്ല. നമ്മൾ മാക്സിമം അധ്വാനിച്ച് സമ്പാദിച്ചിട്ട് സ്വന്തം കാലിൽ നിന്നിട്ട് നമ്മൾ കല്യാണത്തിൽ കഴിച്ച് പോകുമ്പോൾ അതിന്റെ ഒരു ചിന്തങ്ങൾ കിട്ടും. കല്യാണം കഴിച്ച് പോയാൽ നമ്മള് സംസാരിക്കുന്ന കൂടെ എണ്ണ ഒഴിച്ചു, പട്ട, ഗ്രാമ്പു, ഏലക്ക ഇട്ടു, സവാളയും ചെറിയുള്ളിയും കൂടെ ഇട്ടു, വേപ്പിലിട്ടു, പച്ചമുളകും തക്കാളി ഓൾറെഡി സവാളയൊക്കെ ഇട്ടുകൊണ്ട് നമ്മളിതൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് മൂപ്പിക്കും. അതിന്റെ കൂട്ടത്തിൽ ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് അധികം ഇട്ട് കൊടുക്കും. ഇനി ഇതെല്ലാം കൂടെ ബ്രൗൺ കളറാണ് വരെ നമ്മൾ വഴറ്റും. അപ്പൊ പിന്നെ നമുക്ക് കാര്യം പറയാം. അപ്പൊ എനിക്കിങ്ങനെ ഞാൻ ചിന്തിക്കും, അവരൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാല് എന്താ ചെയ്യാ. മോള് ഞാൻ ട്രിപ്പിനൊക്കെ പോയപ്പോ, ട്രിപ്പിന് പോയതിന്റെ അല്ല, ഞാൻ ട്രിപ്പ് പോയപ്പോ മോള് ഇരുന്ന് കരഞ്ഞു ഗൈസ്. അപ്പൊ ഞാൻ കരഞ്ഞിട്ട് ഞാൻ ആകെ സീനാക്കി. എന്നിട്ട് മോളിക്ക് മെസ്സേജ് അയക്കുമ്പോ ഫുൾ എന്താ ഉമ്മ അങ്ങനല്ല, എന്നാലും കൂടുതൽ. അപ്പൊ ഞാൻ വിചാരിച്ചു കൂടുതൽ സ്നേഹം. അപ്പൊ ഞാൻ വിചാരിച്ചു എന്താ മോളൂന് പറ്റി. പിന്നെ ഇവിടെ വന്നപ്പോഴല്ലേ അറിയണേ ഫുൾ കരച്ചിലായിരുന്നു. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യും. ഞാൻ ഒറ്റയ്ക്കായിപ്പോ പിന്നെ എനിക്ക് തോന്നുന്നത് ഞാൻ ഒറ്റയ്ക്കാവാന്നുള്ളത് ഇപ്പോഴായാലും ഒറ്റയ്ക്കാവില്ല. അതല്ല, അപ്പൊ ഞാൻ
കുറേ മറ്റേതിൽ പറഞ്ഞ പോലെ ഞാൻ പൈസ ഉണ്ടാക്കിയിട്ട് ഞാനിങ്ങനെ പോകും. ഞാനും വരും. അപ്പോഴൊക്കെ സ്വയം തരണം തന്നെ. അതന്നെ മാറും കേട്ടോ നമുക്ക്. ഇപ്പൊ പൂജുവിനാണെങ്കിലും ഇപ്പൊ ഞാനും പൂജു ഇങ്ങനെ നടന്നതിനെക്കാട്ടിലും കൂടുതലായിരുന്നു ഞാനും എൻ്റെ അമ്മയും. ഞാൻ എൻ്റെ അമ്മേനൊന്നും പിരിഞ്ഞിട്ടൊരു എൻ്റെ ഓർമ്മയിൽ എൻ്റെ അമ്മയെ പിരിഞ്ഞു നിന്നത് എൻ്റെ അച്ഛന് അസുഖമൊക്കെ ആയിട്ട് തൃശ്ശൂർ ഹോസ്പിറ്റലായ സമയത്തൊക്കെ. ഞങ്ങളുടെ ബന്ധുക്കാരെ വീട്ടിലേക്കൊന്നും വിരുന്നൊന്നും പോവില്ല കേട്ടോ. പോവും ഞങ്ങളുടെ വല്യമ്മയുടെ അടുത്തേക്കൊക്കെ വിരുന്ന് പോവും. നമ്മുടെ മൂത്തേട്ടുണ്ട് വിരുന്ന് പോയി. അത് നമ്മുടെ കൂടെ അല്ലാതെ ഒറ്റയ്ക്കൊന്നും പോവില്ല. അപ്പൊ അങ്ങനെ അച്ഛനെ ഹോസ്പിറ്റലായിട്ടാണ് ഞാൻ അമ്മയൊക്കെ പിരിഞ്ഞു നിന്നിട്ടുള്ളത്. പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഒറ്റയ്ക്കാവുന്നത്. അവിടെ നമ്മൾ പോകുന്നത്. പിന്നെ നമ്മള് ആ കല്യാണത്തിന് അന്ന് വരെ എനിക്ക് വലിയ സംഭവമൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. അന്ന് അന്നും മുന്നും ഇല്ലാത്ത പ്രായത്തിലില്ല. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ കല്യാണം കഴിഞ്ഞല്ലേ. പിന്നെ കല്യാണം കഴിഞ്ഞാൽ അവിടെ എത്തിയപ്പോഴാണ് അയ്യോ ഞാൻ ഇന്ന് എൻ്റെ അമ്മയുടെ അടുത്ത് അച്ഛൻ്റെ അടുത്ത് ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് കേട്ടോ കിടക്കുക. ഞങ്ങളുടെ ഒരു കുഞ്ഞൊരു വീടായിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മുടെ ജീവിതമൊക്കെ ആയിട്ട് അങ്ങനെ പോയി. പിന്നെ ഇപ്പം നമുക്ക് അമ്മേനായിട്ട് എന്നും കാണാണ്ടാവുമ്പോഴുള്ള ബുദ്ധിമുട്ടൊന്നും നമ്മൾ ഇവിടുത്തെ പ്രാരാബ്ദത്തിൽ നമുക്ക് അതൊന്നും ഓർമ്മ ഉണ്ടാവില്ലല്ലോ. അതുപോലെ പൂജ വന്നപ്പോ അങ്ങോട്ട് കളറായി. എന്നാലും ഞാൻ അങ്ങനെ അമ്മയെ പിരിഞ്ഞു നിന്നിട്ടില്ല കേട്ടോ. ഞാൻ അവിടെ കുറച്ചേ നിന്നിട്ടുള്ളൂ. അപ്പോഴേക്കും ഞാൻ അമ്മയുടെ അടുത്ത് ഉണ്ടായിരുന്നോണ്ട് എനിക്ക് പിന്നെ വലിയ സങ്കടമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരുപാട് വർഷം പിന്നെ ഞാൻ അമ്മയുടെ അടുത്തായിരുന്നു. എനിക്ക് ജോലി ഷാജേട്ട അബ്രോഡ് പോയ സമയത്തൊക്കെ ഒരു 5-6 കൊല്ലമൊന്നുമല്ല 6-7-8 കൊല്ലമൊക്കെ ഞാൻ വീട്ടിൽ തന്നെ ആയിരുന്നു. അതുകൊണ്ട് പിന്നെ എനിക്ക് അച്ഛയമ്മേനെ അങ്ങനെ വല്ലാണ്ട് മിസ് ചെയ്യാൻ എടുത്തിട്ടില്ല. അവരെ കൂടെ നിൽക്കാൻ പറ്റിയിട്ടുണ്ട്, അത് നോക്കാൻ പറ്റിയിട്ടുണ്ട്, അവർക്ക് ഇഷ്ടമുള്ള സംഭവങ്ങൾ വാങ്ങി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്, അങ്ങനെയൊക്കെ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അതുകൊണ്ട് സങ്കടമില്ല. കാരണം ഞാൻ പറഞ്ഞ എപ്പോഴും നമുക്കൊരു ജോലി വേണം. ഇപ്പൊ ഹസ്ബൻഡിന്റെ ഷാജേട്ടൻ്റെ നിന്ന് കിട്ടിയിട്ടോ അല്ലെങ്കിൽ ഷാജേട്ടൻ്റെ എടുത്തിട്ടോ ഒന്നുമല്ല ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിയിരുന്നത്. ബാക്കി എനിക്ക് ചെയ്യാൻ എൻ്റെ വീട്ടിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു കേട്ടോ. ഒരു ഉറുപ്പ്യ ഷാജേട്ടൻ്റെ നിർത്തത്തില്ലായിരുന്നു. അച്ഛൻ എടുത്തിട്ടില്ലായിരുന്നു പറഞ്ഞാൽ ഷാജേട്ടൻ ഞങ്ങൾ നോക്കിയിട്ടില്ല എന്നുള്ളതല്ല. നമ്മുടെ അച്ഛനമ്മയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളത് വെച്ച് നമുക്ക് കിട്ടുന്ന സാലറി കൊണ്ടാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതൊക്കെ നമുക്ക് വലിയ പ്രൗഡാണ് കേട്ടോ. അപ്പത്തെ ആ സമയത്തൊക്കെ അവർക്കൊരു ആവശ്യം വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റണമൊക്കെ. ഇപ്പത്തെ പോലെ ഒന്നും ആയിരുന്നില്ല. ഇപ്പൊ പാപ്പരായത് പോലെ അല്ലായിരുന്നു. അങ്ങനെയൊക്കെ. അപ്പൊ പിന്നെ നമ്മള് ലൈഫും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഓരോന്നിനും ഞങ്ങളൊന്നും അത് പറഞ്ഞു. ഞങ്ങളത് പറഞ്ഞു. ഒരു ഡ്രസ്സ് ഇങ്ങനെ കണ്ടപ്പോ പോയിട്ട് പറഞ്ഞു എനിക്കത് നല്ല ഇഷ്ടമായി വന്നു. അപ്പൊ പറഞ്ഞാണോ അപ്പൊ പോയിട്ട് പറഞ്ഞു എന്നാ ശരി പോയി വാങ്ങാനല്ലേന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ വാങ്ങുന്ന ഒരു സമയം നമുക്ക് ഉണ്ടായിരുന്നു. ഇഷ്ടമാണോ? ഓക്കെ പോയി വാങ്ങാനുള്ളൊരു ഒരു സമയം നമുക്ക് ഉണ്ടായിരുന്നു മുന്നേ. ഇപ്പൊ നമുക്ക് അങ്ങനെ ഇഷ്ടമുള്ള സാധനങ്ങൾ പോയിട്ട് വാങ്ങാനും പറഞ്ഞിട്ട് ഇഷ്ടമല്ല. നമുക്കൊരു കുഞ്ഞു സാധനം പോലും വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടെൻഷനാണ്. ഇപ്പൊ എന്തൊരു പറയണം, ഇപ്പൊ ഒരു ബീഫ് വാങ്ങിയ 1 കിലോന്റെ ബീഫ് വാങ്ങി നമ്മൾ ആ ബീഫ് വാങ്ങുമ്പോൾ ചിന്തിക്കുക ഓക്കെ 200 സംതിങ് അല്ലെങ്കിൽ 100 സംതിങ്ങിന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ 2 ദിവസം അത് എത്തിക്കണ്ടേ. അപ്പൊ നമ്മൾ ഇവിടുത്തെ ബാലൻസും കാര്യങ്ങളും നോക്കില്ല. അതിൽ തിന്നാണ്ട് ബിസ്ക്കറ്റ് ഉണ്ടാക്കുക എന്നുള്ളതല്ല കേട്ടോ. നമുക്ക് അങ്ങനത്തെ കാര്യങ്ങൾ ഇവിടെ ബാധ്യതകളുള്ളതുണ്ട്. അപ്പൊ അല്ലാത്ത സമയങ്ങളിൽ നമ്മൾ അടിപൊളിയായിട്ട് ജീവിച്ചിരുന്നു. അപ്പം പോസിറ്റീവ് പറഞ്ഞു നമുക്ക് ദുഃഖിക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല. നമുക്ക് നമ്മളെല്ലാ സ്റ്റേജിലും താഴ്ന്നും മേലേക്കും മേലെന്ന് വീണ്ടും താഴത്തേക്ക് താഴ്ത്തുനിന്ന് വീണ്ടും മേലേക്ക് അങ്ങനെ നമ്മുടെ ഗ്രാഫ് ഇങ്ങനെ ഉയർന്നു താന്നിട്ട് പോയോണ്ട് ഇന്ന മക്കൾ ഒരു സുഖങ്ങളും അനുഭവിച്ചിട്ടില്ല എന്നൊന്നും എനിക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. അടിപൊളിയായിട്ട് അവിടെ ഞാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ അന്തസ്സായിട്ട് എനിക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോഴും നോക്കണ്ട്. അയ്യോ ഞങ്ങൾക്ക് ഓർമ്മയില്ല ഞങ്ങളുടെ അമ്മ ഞങ്ങളെ നോക്കിയതൊന്നും അവർക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. എന്താ വെച്ചാൽ അവർക്ക് ഓർമ്മ ഇല്ലാത്ത മുതൽ കുഞ്ഞു സമയം മുതൽ കുറച്ച് ഇപ്പോൾ ഒരു 2 വർഷമായിട്ടുള്ളൂ നമുക്കിങ്ങനെ ആ ബിസിനസ് തുടങ്ങിയോണ്ടുള്ള പ്രാരാബ്ദം കാര്യങ്ങളും കടബാധ്യതകളൊക്കെ വന്നത്. അതിൻ്റെ മുന്നേ അടിപൊളിയായിരുന്നു. അപ്പം അതുകൊണ്ട് നമുക്ക് ദൈവത്തിനോട് സങ്കടപ്പെടാനോ അല്ലെങ്കിൽ പ്രാകാനോ അല്ലെങ്കിൽ എനിക്ക് എന്താണ് ഇങ്ങനെയെന്ന് ചിന്തിച്ച് ദുഃഖിച്ചിരിക്കേണ്ട ആവശ്യമൊന്നും വരില്ല. എന്താ വെച്ചാൽ നമുക്ക് ഇപ്പുറത്ത് നന്ദി പറയാൻ വേണ്ടിയിട്ട് കുറേ സംഭവങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. ഇനിയും തരും. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നല്ലോണം മൂത്തുമ്പോ ഉള്ളി ഇങ്ങനെ മൂത്ത് വരുമ്പോൾ നമ്മുടെ ബീഫ് പിടിക്കാനോട് തട്ടി കൊടുക്കും. ഇനി വെള്ളം വറ്റാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ. മസാലയൊക്കെ തുടച്ചെടുക്കണം. എൻ്റെ അമ്മമ്മയൊക്കെ പറയാം കറിയുടെ ഒരു സാധനം കളയരുതെന്ന്. കറി തിളച്ചു പോയാൽ അതിൻ്റെ ടേസ്റ്റ് പോകും. അതിൻ്റെ ഒരു എന്താ പറയുക ഒരു സാധനം ഉണ്ടാവും. ആ ഒരു സംഭവം പോകുന്നൊക്കെ പറയും. അതുകൊണ്ട് നമ്മൾ എല്ലാ ഗ്രേവികളും തുടച്ചെടുത്തിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ട് സിമ്പിളാക്കി ഇടണം. എന്നിട്ട് ഇതിൻ്റെ വരട്ടി എടുക്കണം. നമുക്ക് നല്ലോണം വരണം കേട്ടോ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കിടക്കട്ടെ. അടച്ചു വെക്കണ്ട. വെള്ളം മാറ്റണ്ട. ഇത്തിരി വെള്ളമുണ്ട്. നമ്മൾ പറഞ്ഞ വെള്ളം ഒഴിച്ചിട്ടില്ല, എന്നാലും കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ
നമ്മൾ വെറുതെ ഇരുന്നിട്ട് നമ്മൾ ദൈവത്തിനോട് തരണമെന്നൊന്നല്ല പറയുന്നത്. നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ നല്ലോണം ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഞാനും എൻ്റെ ഏട്ടൻ്റെ അനിയനൊക്കെ. പക്ഷെ കൂടുതൽ അനുഭവിച്ചിട്ടുള്ളത് ഞാനും എൻ്റെ അനിയനാണ് കേട്ടോ. എൻ്റെ ഏട്ടൻ അങ്ങനെ വല്ലാണ്ട് അനുഭവിക്കാൻ വേണ്ടിയിട്ട് കിട്ടിയിട്ട് അവന് വേഗം നമ്മുടെ വീട്ടിൽ പോയി. അവിടെ കസിൻസിൻ്റെ ഒക്കെ കൂടെ നിന്ന് വർക്ക് ചെയ്യാൻ കാരണം അവനങ്ങനെ ബുദ്ധിമുട്ടൊന്നും വല്ലാതെ അറിഞ്ഞിട്ടില്ല. ഞാനും എൻ്റെ അനിയനും നല്ലോണം ബുദ്ധിമുട്ട് അറിഞ്ഞിട്ടുണ്ട്. എന്താ വെച്ചാൽ അച്ഛയ്ക്ക് പടവും തേപ്പ് ആശാരിപ്പണി എല്ലാ പണികളും അറിയാം. അപ്പം നമ്മുടെ വീട് മൊത്തം അച്ഛയാണ് ചെയ്യുക. അപ്പം നമ്മൾ ആദ്യം ഇവിടെ ഒരു കുഞ്ഞൊരു ഓല വീടുണ്ടാക്കും നിൽക്കാൻ വേണ്ടിയിട്ട്. അത് ചോർന്ന് പൊലിഞ്ഞ് അവിടെ കഷ്ടപ്പാടൊക്കെ ആകുമ്പോൾ അച്ഛപ്പുറത്ത് കട്ടയൊക്കെ വാർത്തിട്ട് ഒരു കുഞ്ഞു വീട് ഉണ്ടാക്കാം എന്നുള്ള എന്താ വെച്ചാൽ എല്ലാം അറിയാമല്ലോ അച്ഛയ്ക്ക്. പക്ഷെ അച്ഛൻ ചെയ്യണ കൂടെ നമ്മളും ചെയ്യണം. സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഈ മണ്ണ് ചവിട്ടി കട്ടയേക്കാൻ വേണ്ടിയിട്ട് ചവിട്ടാനും കട്ടയേക്കുമ്പോൾ അത് മണ്ണ് കൊണ്ടിട്ട് കൊടുക്കാനും. അപ്പം നമ്മൾ കുഞ്ഞ് ഒരു 7ാം ക്ലാസ്സൊക്കെ മുതൽ 7ാം ക്ലാസ്സും അല്ല കേട്ടോ, ഞാനൊക്കെ ഒരു 5ാം ക്ലാസ്സൊക്കെ മുതൽ നല്ല കഷ്ടപ്പാടാണ്. അപ്പം എല്ലാവരും നിന്നാലേ നമുക്കത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. എന്ന് വെച്ചാൽ നമുക്ക് കൂലിക്ക് ആളെ വിളിച്ചിട്ട് ചെയ്യാനുള്ള പാങ്ങൊന്നും അന്നില്ല. അമ്മയും നല്ലോണം കഷ്ടപ്പെടുന്നുണ്ടേ. അപ്പോൾ കുട്ടികളോടും ഞാനും അനിയനാണ് നല്ലോണം കഷ്ടപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മളിതൊക്കെ ചെയ്തിട്ട് നമുക്കിപ്പോൾ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും സിമൻറ്റ് കൂട്ടാൻ അറിയാം, പൊട്ടിപ്പൊളിഞ്ഞിട്ട് തേക്കാൻ അറിയാം, എവിടെയെങ്കിലും പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം നമുക്ക് ഒരു വിധമൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ ചെറുതിൽ അങ്ങനെ ചെയ്തുകൊണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എത്ര വലിയ കഷ്ടപ്പാട് വന്നാലും എനിക്കത് ഇന്നെ ഒരു വശത്ത് കുലിക്കണ സംഭവങ്ങളല്ല കേട്ടോ. എന്താ വെച്ചാൽ അതിലും വലിയ കഷ്ടപ്പാട് അനുഭവിച്ചിട്ട് വന്നുകൊണ്ട് എൻ്റെ കുട്ടിയോട് ഞാൻ അങ്ങനെ തന്നെയാണ് വളർത്തിയിട്ടുള്ളത്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇല്ല എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം. നമ്മുടെ കയ്യിൽ എൻ്റെ കയ്യിൽ എത്ര കാശുണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലാവും. നമ്മുടെ കയ്യിൽ ഇത്ര ഇല്ല, അല്ലെങ്കിൽ അച്ഛൻ്റെ കയ്യിൽ ഇത്ര ഇല്ല, ഇന്നതാണ് നമ്മുടെ വീട്ടിലെ അവസ്ഥ എന്നുള്ളത് രണ്ടാൾക്കും നന്നായിട്ട് അറിയാം. അതിൽ കുറച്ചും കൂടെ കണ്ണനാണ്. അങ്ങനെ അതിനിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന പ്രായം ആവണുണ്ടാവുള്ളായിരിക്കും, അങ്ങനെ ഒരു പക്വത ആവണുള്ളായിരിക്കും. പക്ഷെ പൂജുവിനൊക്കെ അസലായിട്ട് അറിയാട്ടോ ഇല്ല. അപ്പോൾ ആ ഒരു സംഭവം എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് അറിയാം. അവരിങ്ങനെ പറഞ്ഞ് മനസ്സിലാവുമ്പോൾ അറിയാം. അല്ലാതെ പെട്ടെന്ന് എനിക്ക് ഇന്ന സാധനം വേണം കേട്ടോ എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്കതിൽ പറഞ്ഞില്ല. ഇതാണ് അവസ്ഥ എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കും. പക്ഷെ എന്നാലും വലിയ വലിയ കാര്യങ്ങളൊക്കെയാവും നമ്മളോട് പറയാം. അത് മനസ്സിലാക്കണില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. അപ്പം അങ്ങനെയാണ് നമ്മുടെ ഓരോ സ്റ്റേജും പോയോണ്ടിരിക്കുന്നതെന്ന് പറയാം. ജീവിതം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും അടിപൊളിയായിട്ട് ഒരുപാട് കാശായിട്ട് അല്ലെങ്കിൽ നമ്മൾ സ്നേഹമായിട്ട് സന്തോഷമായിട്ട് അങ്ങനെയൊന്നും അല്ല. പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടാവും. പക്ഷെ എനിക്ക് എന്താ അറിയോ, എല്ലാം ഞാൻ മാനേജ് ചെയ്യും. പക്ഷെ ഞാൻ അനുഭവിക്കുന്ന ടെൻഷൻ എന്ന് പറയുന്നത് അയ്യോ അവിടുന്ന് മോളിനൊന്ന് റെഡി ആക്കി കൊണ്ടേ മോളും ഇങ്ങനെ പോകും. അത് എനിക്ക് ഭയങ്കര. അപ്പോൾ എനിക്ക് ആ ടെൻഷൻ, ഞാൻ അനുഭവിക്കുന്ന ടെൻഷൻ എന്ന് പറയുന്നത് എനിക്ക് വേറെ ആരും ഇങ്ങനെ വീതിച്ചു കൊടുക്കാനില്ല. കുറച്ച് ഷാജറ്റ് എടുത്തോ, കുറച്ച് വേറെ ഉള്ളവർക്ക് ഇല്ലെങ്കിൽ എനിക്ക് ഇന്നൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടില്ലെങ്കിൽ എനിക്ക് ഇന്നതാണ് പ്രശ്നം. അതുകൊണ്ട് അങ്ങനെ ഒറ്റയ്ക്ക് നമ്മൾ നിൽക്കില്ലേ, അങ്ങനെ ഒരു സ്റ്റേജാണ്. ഇന്ന ചുറ്റൂറും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ നമ്മൾ മാറണമെന്നുണ്ടെങ്കിൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ അവസ്ഥയൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് പഠിക്കുന്നതായിരുന്നു, നല്ലൊരു ജോലി വേണമായിരുന്നു. എനിക്കൊന്നും ഞാൻ ഇപ്പോൾ ഇന്നാട് പോയിട്ട് നമുക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ എത്രയോ പഠിച്ച പിള്ളേരടക്കം വർഷങ്ങളോളം വെയിറ്റ് ചെയ്തിരിക്കും. അപ്പം അതാ പറയുന്നത്, എപ്പോഴും നമ്മൾ പഠിച്ചിട്ട് നമ്മുടെ കയ്യിൽ ഒരു വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ സാധനം വേണം. എവിടെ പോയാലും നമുക്ക് ഓക്കെ എനിക്ക് ജോലി എടുക്കാൻ വേണ്ടി. പിന്നെ അതുമല്ല കേട്ടോ, പഠിച്ച ജോലി തന്നെ ചെയ്യണം എന്നുള്ള മൈൻഡും വരരുതേ. മാന്യമായിട്ടുള്ള എന്ത് ജോലിയാണെങ്കിലും, അതിനിപ്പോൾ ഒരു തുണിക്കടയിൽ പോയിട്ട് ഡ്രസ്സ് മടക്കി വയ്ക്കുന്നതാണെങ്കിൽ കൂടെ അതിലൊരു അന്തസ്സുണ്ട്. അതിന് ഞാൻ പോവില്ല, ഞാനൊക്കെ അങ്ങനെയൊന്നും ഒരു മൈൻഡുള്ള ആളല്ല കേട്ടോ. പക്ഷെ എനിക്ക് എല്ലാ ജോലിയും ഞാൻ അയ്യോ ഈ ജോലി ഞാൻ ചെയ്യില്ല, ഞാൻ മുന്നേ ഈ ജോലി ഞാൻ ചെയ്തായിരുന്നതുകൊണ്ട് എനിക്ക് ഈ ജോലിക്ക് പോകാൻ പറ്റില്ല എന്നൊന്നും ഞാൻ പറയില്ല. അപ്പം അതുപോലെ തന്നെയാണ് എൻ്റെ മക്കളെ. ഇനി അവർ വലുതായാൽ എന്താവുന്നൊന്നും അറിയില്ല, നമുക്ക് പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ. പിന്നെ അവരുടെ ഭാഗ്യം പോലെ അല്ലേ പൂജോ? അത്രയേ ഉള്ളൂ. ഇനി നമ്മുടെ ബീഫ് വറ്റി ഒന്ന് കുറുകട്ടെ, എന്ത് കാണാം. അപ്പോൾ നമ്മുടെ ബീഫൊക്കെ ആയി റെഡി ആയി അതിങ്ങനെ വരണ്ട് കുറുകി വരുന്ന സമയം കൊണ്ട് നമുക്ക് 4 പപ്പടം കൂടെ കാച്ചാട്ടോ. ഇത് ഈ ബീഫ് കറിക്ക് ഈ പപ്പടം കൂടെ ഉണ്ടെങ്കിൽ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പം ഈ വേറെ ഒന്നും നമുക്ക് ഉപ്പേരി കാര്യങ്ങളൊന്നും ഇല്ല, അതിനിട്ട് ആവശ്യമില്ല. ബീഫ് ഉണ്ടെങ്കിൽ നമുക്ക് പപ്പടത്തിൻ്റെ പോലും ആവശ്യമില്ല. പിന്നെ 2 ഞാൻ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കാച്ചിന്നുള്ളൂ കേട്ടോ. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ കേട്ടോ. കണ്ണൻകുട്ടിക്ക് ഇന്ന് ക്ലാസ് ഉണ്ട്, അതുകൊണ്ട് ഇനി അവൻ പോയി വൈകിട്ട് വരുമ്പോഴാണ് ഈ ബീഫൊക്കെ ഉള്ള വിവരം അറിയുള്ളൂ കേട്ടോ. നല്ല സന്തോഷമാകും വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അത് നമ്മുടെ ചോറും ബീഫും പപ്പടവും പിന്നെ ഒരു സവാളയുടെ കഷ്ണം കൂടെ ഞാൻ
ഞാനൊരു ആർഭാടത്തിന് വെച്ചിട്ടുണ്ട്. എനിക്കിഷ്ടമാണ് കേട്ടോ അങ്ങനെ സവാള കടിച്ചു കൂട്ടിയിട്ട് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെയുള്ള മീറ്റ് ഐറ്റംസ്. കണ്ണൻകുട്ടിക്ക് ഇതിൽ ചെറുനാരങ്ങ പിഴിഞ്ഞ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അധികം ഇഷ്ടം. ഈ ബീഫ് ഫ്രൈയിലും അതുപോലെ ചിക്കൻ ചില്ലിയിലൊക്കെ എനിക്ക് ചെറുനാരങ്ങ പിഴിയണത് ഇഷ്ടമല്ല. ഇങ്ങനെ സവാള കടിച്ചു കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇഷ്ടം. ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി അത് ദഹിക്കാൻ വേണ്ടിയിട്ട് അടുത്ത പരിപാടി നമുക്ക് എടുക്കണ്ടേ, ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സാരി ഞാൻ ഒരുപാട് കാലം മുന്നേ, കുറച്ച് വർഷം മുന്നേ നമ്മൾ ഓൺലൈനിൽ നിന്ന് എടുത്തതാണ്. കണ്ടപ്പോൾ എനിക്ക് ഓൺലൈനിൽ നിന്ന് കണ്ടപ്പോൾ അടിപൊളിയായിട്ടൊക്കെ തോന്നി. പക്ഷേ ഇവിടെ വന്നിട്ട് ഞാൻ ഉടുത്തപ്പോൾ എനിക്കത് വല്ലാണ്ട് ഇഷ്ടമായില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ഉച്ചയ്ക്ക് ഇങ്ങനെ കിടന്നപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ, അത് വെച്ച് ഇങ്ങനെ ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു കഫ്താൻ അടിക്കാൻ വേണ്ടിയിട്ടാണ്. 10 മിനിറ്റ് പോലും വേണ്ട കേട്ടോ അത് വെട്ടി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. സിമ്പിളായിട്ട് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾ എന്നോട് കട്ട് ചെയ്യണത് കാണിക്കുമോ സ്റ്റിച്ച് ചെയ്യണത് കാണിക്കുമോ എന്നൊക്കെ പറയുമ്പോൾ അല്ലേ എനിക്കതിൽ ആധികാരികമായിട്ട് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് അറിയില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്റ്റിച്ചിങ് പഠിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അത് ഇങ്ങനെ ഇത്ര കറക്റ്റ് ഇത്ര അളവെന്നൊന്നും എനിക്ക് അറിയില്ല. ഞാനൊരു മൊത്തക്കണക്കിന് അങ്ങോട്ട് അടിക്കും കേട്ടോ. ഇതാണ് അതിൻ്റെ കഫ്താന്. നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. കറുത്ത പലാസോ പാൻ്റൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ്. അമ്പലത്തിൽ പോകാൻ വേണ്ടി ഞാനിത് ഇട്ടിട്ട് വളാഞ്ചേരിയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിത് പുറത്തേക്കൊക്കെ ഇടും. എനിക്ക് ഇങ്ങനത്തെ ഡ്രസ്സുകൾ അല്ലെങ്കിൽ ഇങ്ങനെ വെട്ടി തുണിയ ഡ്രസ്സുകൾ പുറത്തേക്ക് ഇടാനും മടി അങ്ങനെയൊന്നുമില്ല. പൂജിട്ടി പറഞ്ഞു അവൾക്ക് വേണ്ടെന്ന്. വേണ്ടെങ്കിൽ വേണ്ട, ഞാനിട്ടു. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പേഴ്സണലി എൻ്റെ ഫ്രണ്ട്സൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഈ ഷോർട്സൊക്കെ കണ്ടിട്ട് ഇഷ്ടമായി ചേച്ചി, നല്ല രസമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമ്മൾ അടിച്ച് വരാൻ വേണ്ടിയിട്ട് ആ സ്റ്റിച്ച് ചെയ്തതിൻ്റെ കുറച്ച് കട്ട് പീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ നമ്മുടെ ചടങ്ങാണല്ലോ അടിച്ച് വാരി തുടയ്ക്കുക എന്നുള്ളത്. അപ്പോൾ ഇതാ ഇന്നത്തോടെ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് കേട്ടോ. ഒരുപാട് ലെങ്ത്തായി, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നാളെ കാണാം. ടാറ്റാ ബൈ, സീ യു.